Good morning, all. Good morning, ma'am. Okay. Good morning, ma'am. Good morning. ഇപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് എച്ച്ആറിന്റെ ക്വസ്റ്റ്യൻസ് കുറച്ച് ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞത് അല്ലെ. ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിന്റെ റിവിഷൻ ആണ് പറഞ്ഞത്. അത് ചാപ്റ്റർ റീഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ? എച്ച്ആർഎം ഇൻട്രൊഡക്ഷൻ ടു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ റീഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ? അപ്പോ നമുക്ക് തുടങ്ങാം കേട്ടോ. മോക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നല്ല രീതിയിൽ നോക്കണം. ഞാൻ മോക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി റിവൈസ് ചെയ്യുന്നില്ല, അത് ഇമ്പോർട്ടന്റ് ആണ്. അത് ഞാൻ വീണ്ടും ഇപ്പൊ പറയുന്നില്ല. ഇപ്പൊ കുറച്ച് ന്യൂ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, മോക്ക് ടെസ്റ്റ് എല്ലാവരും ചെയ്ത് നോക്കിയില്ലേ? അപ്പോ റെക്കോർഡ് ക്ലാസ് കാണുന്ന കുട്ടികളും മാക്സിമം മോക്ക് ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി വാട്ട് ഈസ് ദ പ്രൈമറി, ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് റീഡ് ചെയ്യുന്നത്. അതിന്റെ ഓപ്ഷൻസ് പറയും, അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ ഉള്ളത് മെസ്സേജ് അയക്കാം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് വാട്ട് ഈസ് ദ പ്രൈമറി ഗോൾ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്? വാട്ട് ഈസ് ദ പ്രൈമറി ഗോൾ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്? ഓപ്ഷൻ എ, ടു മാനേജ് കമ്പനി ഫിനാൻസ്. ഓപ്ഷൻ എ, to manage company finance. Option B, to maximize employees' performance to achieve strategic objectives. ഒന്നുകൂടി പറയാം. ഓപ്ഷൻ ബി, to maximize employees' performance to achieve strategic objectives. Option C, to market the company's product. To market the company's product. Option D, to oversee production and logistics. ഏതാണ് നിങ്ങൾക്ക് ആൻസർ ആണെന്ന് തോന്നുന്നത്? ഓപ്ഷൻ ബി ആണ്. Maximize employee performance. ഓക്കെ, ടു മാക്സിമൈസ് എംപ്ലോയീസ് പെർഫോമൻസ്. അത് തന്നെയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ ഓക്കെ, ഞാൻ പറയാൻ പോകുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് is not listed as model of HRM? നമ്മൾ കുറച്ച് മോഡൽസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ലിസ്റ്റഡ് ആസ് ദ മോഡൽ ഓഫ് HRM? പറയട്ടെ. ദ ഫോർബൺ മോഡൽ, ദ ഹാർഡ്വേർഡ് മോഡൽ, ദ മാസ്ലോ മോഡൽ ആൻഡ് ദ ഗസ്റ്റ് മോഡൽ. C, ma'am. Master model. ഓക്കെ, എല്ലാവരും സി തന്നെയാ പറയുന്നത്. മാസ്ലോ മോഡൽ അതില്ല കേട്ടോ. ഇനി the Forbun model of HRM consists of which of the four functions? Forbun മോഡലിൽ പറഞ്ഞിട്ടുള്ള ഫങ്ഷൻസ് ഏതെല്ലാമാണ്? ഞാനത് നിങ്ങൾക്ക് ടെസ്റ്റിൽ മാർക്കൊക്കെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു, നോക്കി ഇതട്ടോ. Selection, appraisal, development, and rewards. ഓക്കെ, കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, അത് കുറച്ച് വലിയ ഓപ്ഷൻസ് ആയതുകൊണ്ടാണ് ഞാൻ റീഡ് ചെയ്യാനത്. The Harvard model of HRM includes which of the following component? The Harvard model of HRM include which of the following component? Option A, situational factors and stakeholders, market analyze and competitors price. Option C, product life cycle and brand strategy. And option D, technological infrastructure and software development. Option A, ma'am. ma'am. Option A. Situational factors, stakeholders. Okay, option A ആണ് ആൻസർ കേട്ടോ. Who developed the guest model of HRM? Who developed the guest model of HRM? ആൻസർ പറയാവുന്നുണ്ടോ? കറക്റ്റ് ആയിട്ട് ആൻസർ ഡേവിഡ് ഗസ്റ്റ്. ഓക്കെ, ആ ഗസ്റ്റ് ലാസ്റ്റ് നെയിം നോക്കിയിട്ട് നിങ്ങൾ അത് കറക്റ്റ് ആയിട്ട് നോക്കി വെക്കാം. ഡേവിഡ് ഗസ്റ്റ്. ഓക്കെ, the Barwich HRM model described as an analytical approach developed from which other model? Harvard model. Harvard model. Okay, correct. ആരാ ആൻസർ പറഞ്ഞേ? കറക്റ്റ് ആണ്.
Which of the following is the key objective of HRM? Which of the following is the key objective of HRM? Option A, to minimize employee salary, to increase employee turnover, to develop and maintain the quality of the working life, to reduce the number of employees. C. C ആണ്. To develop and maintain quality of working life. Correct ആണ് ട്ടോ. The process of taking an assist interview. The process of taking an assist interview is the characteristic function of which department? ഞാൻ പറയാം. ഒന്നുകൂടി ക്വസ്റ്റ്യൻ വായിക്കണോ? The process of taking an assist interview. Assist interview is the characteristics of which department? Finance department, marketing department, HRM department. Okay. HRM department. Correct ആണ്. Preparing forecast of future HRM needs is part of which HRM function? Preparing forecast of future HRM needs is part of HRM function. Which HRM function? Planning, forecasting. അപ്പൊ ആലോചിക്കണം ഫോർകാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ഇത് മനസ്സിലേക്ക് വരണം പ്ലാനിങ് വരണം കേട്ടോ. Staffing function of HRM is primarily concerned with what? Okay, options പറയാവേ. Staffing, ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടി റീഡ് ചെയ്യാം. The staffing function of HRM is primarily concerned with what? Administrating employees' benefit, obtaining people with the appropriate skill for the job, obtaining people with the appropriate skill for the job, evaluating employees' performance, managing union relationship. Option B. Obtaining people with the appropriate skill for the job. Correct ആണ്. Next question ആണ് analyzing learning requirement to ensure employees have the right skill for the right job fall under which function? Developing. Okay, correct. Okay, correct ആണ്. Next ആണ് in union environment. In a union environment, negotiating contracts and administrating the collective agreement is the part of which function? Evaluating, monitoring, managing relationship, planning. Managing relationship. Okay. The process of measuring and communicating the value-added components of HR practice is known as dash. The process of measuring and communicating the value-added component of HR practice is known as dash. Evaluating. Evaluating ആണ് ട്ടോ. What is the key difference between personal management and human resource management? What is the key difference between the personal management and human resource management? അറിയാമോ അത്? പേഴ്സണൽ മാനേജ്മെന്റിൽ വർക്കേഴ്സിനെ ടൂൾസ് ആയിട്ടാണ് കാണുന്നത്. HRM-ല് വർക്കേഴ്സ് അസറ്റ് ആയിട്ടാണ്. കറക്റ്റ് ആണ് ക്വസ്റ്റ്യൻ. അങ്ങനെയാണ് നമ്മുടെ HRM-ല് നമ്മുടെ എംപ്ലോയീസിന് നമ്മുടെ അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ പേഴ്സണൽ മാനേജ്മെന്റിനെ സംബന്ധിച്ച് നമ്മൾ ടൂൾ ആയിട്ടാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത്. ഇൻ പേഴ്സണൽ മാനേജ്മെന്റ് ഹൗ ഈസ് ജോബ് ഡിസൈൻ പ്രിലിമിനറി ബേസ്ഡ് ഓൺ? എന്തിന്റെ ബേസിലാണ് ജോബ് ഡിസൈൻ വരുന്നത്? ഓപ്ഷൻസ് പറയാം. എ, ടീം വർക്ക് ആൻഡ് കൊളാബറേഷൻ. ഓപ്ഷൻ ബി, on performance evaluation. Option C, division of work. Option D, individual employee contract. മനസ്സിലായില്ലേ ക്വസ്റ്റ്യൻ? ഞാൻ ഒന്നുകൂടെ ക്വസ്റ്റ്യൻ പറയാമോ? In personal management, how is job design based? എന്തിന്റെ ബേസിലാണ് ജോബ് ഡിസൈൻ വരുന്നത്?
Teamwork, first option. Performance evaluation, division of work, individual employee. Division of work, ma'am. Division of work. Question ഒന്നുകൂടി പറയാം. പേഴ്സണൽ മാനേജ്മെന്റിൽ ജോബ് ഡിസൈൻ എന്തിന്റെ ബേസിലാണ് വരുന്നത്? ഓക്കെ, നോക്കാട്ടാ. HRM is described as a continuous process. Human resource management is a dash process എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ക്വസ്റ്റ്യൻ വരുന്നത് വേറെ രീതിയിലാണ് കേട്ടോ. HRM is described as a continuous process of what? എന്തിന്റെയാണ് കണ്ടിന്യൂസ് പ്രോസസ്? ഓക്കെ, നോക്കാം. ഓപ്ഷൻ എ reducing operational cost. Option B putting the right man at the right job. Option C increasing sales target. Option D developing new product. Option B. Putting the right man at the right job. Correct ആയിട്ടുള്ള വ്യക്തിയെ കറക്റ്റ് ആയിട്ടുള്ള ജോബിന് പുട്ട് ചെയ്യുക. ഓക്കെ, ഇനി effective HRM practice can lead to dash. Effective HRM practice can lead to dash. Lower, first option, lower the productivity, higher employee retention. Option C, less innovation. Option D, weaker organizational objectives. ഒന്നും കൂടെ പറയാം മാം. Effective HRM practice can lead to dash. Effective HRM practice can lead to dash. First option, lower productivity, higher employee retention, less innovation, weaker organizational objectives. നമ്മളുടെ മെയിൻ Higher റിട്ടൻഷൻ. retention. ഓക്കെ, നമ്മളുടെ HRMന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളുടെ എംപ്ലോയീസിനെ നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ എന്ത് ചെയ്യുക, റീറ്റെയിൻ ചെയ്യുക, ഒരുപാട് നാളത്തേക്ക് റീറ്റെയിൻ ചെയ്യുക എന്നതാണ്. The ability to guide and manage staff members is a major skill derived by which department? ഒന്നുകൂടി ക്വസ്റ്റ്യൻ പറയാം. The ability to guide and manage members is a major skill derived by which department? Option HRM. HRM department. A comprehensive employee retention program. A comprehensive employee retention program can play a vital role in dash. Increasing turnover cost. Option A, increasing turnover cost. Option B, attracting and retaining key employees. Attracting and retaining key employees. Decreasing employees' morale, reducing productivity. B. Attracting and retaining key employees. Okay. Attracting and retaining key employees. Correct ആണ്. Innovation in workplace influenced by HRM can lead to dash. Innovation in workplace influenced by HRM can lead to dash. Options പറയാണ്. Lower productivity, economic decline, higher productivity and economic growth, reduce the benefit for the customers. Option C. Higher productivity. Economic growth. Correct ആണ് ട്ടോ. Option C ആണ്. What are the strategic objectives that a company management established to outline expected outcome? What are the strategic objectives that a company management established to outline expected outcome? Expect ചെയ്തിരിക്കുന്ന outcomes നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവ്സിന് എന്താണ് പറയുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഡെയിലി ടാസ്ക്, എംപ്ലോയി കംപ്ലൈന്റ്, ഓർഗനൈസേഷണൽ ഗോൾ, മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ. Organizational goal. Okay. Organizational goal. Job design is the logical sequence that follow which process?
Job design is a logical sequence that follows which process? Job Job evaluation. analysis. Okay, job analysis. എല്ലാവർക്കും ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ? Poorly designed job often result in dash. Poorly designed job is often result in dash. High motivation and productivity, boredom and high turnover. High turnover എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ എംപ്ലോയീസ് ടേൺ ഓവർ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അല്ലാതെ നമ്മൾ സാധാരണ ടേൺ ഓവർ എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് ആണ് പറയാറ്. അപ്പൊ ഹൈ ടേൺ ഓവർ എന്ന് നമ്മൾ ഇവിടെ പറയുമ്പോൾ എംപ്ലോയി ടേൺ ഓവർ ആണ് കേട്ടോ. ഓക്കെ. ലോ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഇൻക്രീസ്ഡ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ. ഓപ്ഷൻ ബി ആണ്. ബോർഡം ആൻഡ് ഹൈ ടേൺ ഓവർ. A primary objective of a job design is to. A primary objective of a job design is to. Option A, increase employees' dissatisfaction. Option A, increase employees' dissatisfaction. Option B, make the job outdated. Make the job outdated. Option C, minimize dissatisfaction that comes with the daily task. Okay. Minimize. The process of comparing a job with the other job in the organization to assess its proper grade is called dash. The Job evaluation. Job evaluation. Okay, correct. Next question ആണ്. Which process to job design assumes work can be brought down into simple and repetitive tasks? Which approach to the job design assumes work can be broken down into simple and repetitive tasks? First option, job Work enrichment. Job Work simplification. എന്താണ്? Work simplification. Okay, work simplification. അതെ. എല്ലാവർക്കും കിട്ടിയോ? ഇല്ല. Okay. Okay. Job simplification ആണ്. അത് ആ ഒരു പോർഷൻ നന്നായിട്ട് നോക്കി. What is the process of expanding a job duty called a dash? What is the process of expanding Job enlargement. job enlargement ആണ് കറക്റ്റ്. നോക്കാട്ട. അപ്പൊ ആ പോർഷൻ നമ്മൾ കുറച്ച് വീക്ക് ആണ്. അപ്പൊ നമ്മളത് കറക്റ്റ് ആയിട്ട് നോക്കാം. ഇനി rotating workers among different narrowly defined tasks is known as dash. Rotating the Job workers. rotation. Job rotation. Correct. The process of putting specialized tasks back together so one person is responsible for a whole product or service is dash. The process of Job enrichment. okay, job enrichment. Which job design approach focus on giving a team rather than an individual a whole and meaningful piece of work? Which job design? Team-based job design. Okay, team-based job design, correct. Information from employee for job analysis can be collected through. Information from employee, the job analysis can be collected through dash. എങ്ങനെയൊക്കെ കളക്ട് ചെയ്യാൻ പറ്റും? Questionnaires, interviews, observation method. Questionnaires, interview, observation.
Job specification tell about dash. Daily option A, daily task and reporting structure. Option B, location of the job and the machine to be used. Option C, skill, education, qualification required for a job. Option D, potential hazards and working condition. C, ma'am. Skill, education, qualification, background, training. Okay. ഞാൻ വേറൊരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. Qualification, experience and training are the components of dash. Qualification, Job experience and training. specification. അങ്ങനെ ചോദിക്കാം. രണ്ട് രീതിയിലും ചോദിക്കാവേ. Job description, sorry. Job description comprise details about dash. Job description comprise details about dash. ആ ഒരു ബോക്സ് ഇല്ലേ, അതിൽ ക്വസ്റ്റ്യൻ വരുന്നത് ഓർമ്മയുണ്ടോ? ബോക്സ് ജോബ് ഡിസ്ക്രിപ്ഷനിൽ, ജോബ് സ്പെസിഫിക്കേഷനിൽ. Yes, ma'am. Job title, job location, job summary, report, working condition, job ഏത് മാവാം? duties. ഓപ്ഷനിൽ വരുന്നത് ഏത് മാവാം? ഓക്കെ. Job analysis play an important role in which of the following HR function? Job analysis play an important role in which of the following? എന്നോട് ഞാൻ എഴുതാൻ കുറഞ്ഞതല്ലേ പറയുന്നു. Okay. Options പറയാലോ. In recruitment, in compensation, in training, and all of them. In recruitment. In recruitment. Question പറയട്ടെ. Job analysis play an important role in which following HRM function? മൂന്ന് കേസിലും വരും. In recruitment, in compensation, in training, and all of them. All of them. All answer കേട്ടോ. Okay. Warwick model was constructed by the researchers at which university? Warwick model was constructed by the researchers at which university? Warwick, University of Warwick. Okay. The strategic approach to effective management of people to gain competitive advantage is called dash. The strategic approach ആണ് effective management of peoples. നമ്മുടെ ഓർഗനൈസേഷനുള്ള പീപ്പിൾസിനെ effectively manage ചെയ്യാം. To gain a competitive advantage. എന്തിനു വേണ്ടിയിട്ടാണ്? നല്ലൊരു competitive advantage gain ചെയ്യുന്നു. Option A, personal management. Option B, financial management. Option C, human resource management. And option D, operation management. Option C, human resource management. Human resource management. The HRM function of developing can be used what tool to identify employees' key skills? HRM function of developing can be used what tool to identify employee key skills? Option A, job evaluation. Option B, performance appraisal. Option C, recruitment. And option D, pay and benefits. Pay and benefits. Option D, pay and benefits. HRM function of developing എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്? പെർഫോമൻസ് അപ്രൈസൽ അല്ലേ? ഡെവലപ്പ് ചെയ്യണോ വേണ്ടയോ നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? ഓരോ എംപ്ലോയിയുടെയും പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്ത് ആർക്കാണ് ഡെവലപ്മെന്റ്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് വേണ്ടതെന്ന് മനസ്സിലാക്കുന്നത് അങ്ങനെയല്ലേ? പെർഫോമൻസ് ഇവാലുവേഷൻ, പെർഫോമൻസ് അപ്രൈസലിലൂടെ അല്ലേ? ഓക്കെ. അങ്ങനെയാണ് ട്ടോ. Personal management is considered to what kind of approach? Personal management is considered to what kind of approach? A, proactive approach. Option B, a strategic approach. Option C,
an inverted approach, and option B, a team-based approach. C. C, inverted approach. Okay. Harvard model, അത് ഞാൻ ഒരു പ്രാവശ്യം ചോദിച്ചാണ്. The process of enhancing a job by adding more meaningful tasks and responsibilities is called a dash. The process of enhancing a job by adding more meaningful tasks and responsibilities is called dash. Job enrichment. Job enrichment, correct. The term human resource management implies that peoples are dash. So, tools, assets, difficult to manage, അത് മനസ്സിലിരിക്കുക കേട്ടോ. പേഴ്സണൽ മാനേജ്മെന്റ് ടൂൾസ് എന്നാണ് പറയുന്നതെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അസറ്റ് ആണ്. Key difference between job enlargement and job enrichment. ഞാൻ തന്നെ പറയാം. Job enrichment adds more responsibility and autonomy, while job enlargement adds more tasks at the same level. Okay, ആ ഒരു ഡിഫറൻസ് ആണ് ജസ്റ്റ് പറഞ്ഞുള്ളത്. ഓക്കെ, ഇത് ഏകദേശം നമ്മൾ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ കവർ ചെയ്തിട്ടുണ്ട് അല്ലേ? ഇൻട്രൊഡക്ഷൻ എല്ലാവർക്കും ഓക്കെ അല്ലേ ചാപ്റ്റർ? ഞാൻ റിക്രൂട്ട്മെന്റും കൂടി എടുത്തോട്ടെ, കാരണം ചിലപ്പോ ഇനിയിപ്പോ എക്സാമിന് മുമ്പായിട്ട് എനിക്ക് ഇനി ക്ലാസ് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് കേട്ടോ. റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷനും കൂടി എടുക്കുകയാണ്, കാരണം മേജർ എങ്ങനെ ക്ലാസ് കിട്ടിയില്ലെങ്കിലോ, അതുകൊണ്ടാണ്. അപ്പോ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ നോക്കണം. അതേപോലെ തന്നെ ഞാനിപ്പോ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ നല്ല രീതിയിൽ നോക്കണം കേട്ടോ. പിന്നെ ചാപ്റ്റർ ഒന്ന് റീഡ് ചെയ്തിട്ട് ആണ് എക്സാമിന് കയറേണ്ടത്. എവിടെ വരെയാണ് ഞാൻ പറഞ്ഞു നിർത്തിയിരിക്കുന്ന പോർഷൻ? ഫിസിക്കൽ എക്സാമിനേഷന് മുമ്പിൽ വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ? അങ്ങനെയല്ലേ പറഞ്ഞത്? സോറി ടാലന്റ് മാനേജ്മെന്റ് ഫിസിക്കൽ എക്സാമിനേഷൻ വരെ. ഫിസിക്കൽ എക്സാമിനേഷൻ വരെ അല്ലല്ലോ, അതിന് മുമ്പിൽ വരെ വെച്ചാല് ഇന്റർവ്യൂ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഫിസിക്കൽ എക്സാമിനേഷൻ എടുക്കില്ല, അതിന് മുന്നേ വരെ. ഡൂസ് ആൻഡ് ഡോൺസ് വരെ അല്ലേ മാം? അല്ലടാ, മെറിറ്റ്സിന്റെ ഇൻവോയ്സ് എടുത്തല്ലോ. എംപ്ലോയീസിന്റെ ഡിസഡ്വാൻറ്റേജസും എന്നുവെച്ചാൽ ഇവിടം വരെയാണ് ടേം എക്സാമിൽ വരുന്നത് കേട്ടോ. 44 പേജ് അല്ലേ? ആ, ടേം എക്സാമിൽ വരുന്നത് ഇവിടം വരെയാണ്. ഇപ്പൊ എത്രയാണ്? 44ല് ഫിസിക്കൽ എക്സാമിനേഷൻ ഇല്ല, അതിന് മുമ്പിൽ വരെ നമുക്ക് എക്സാം പോർഷൻ ആണ്. അത്രയും നിങ്ങൾ ചെയ്യണം കേട്ടോ. ഓക്കെ, 1 മിനിറ്റ്.
ഓക്കെ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. റിക്രൂട്ട്മെന്റ് പോസിറ്റീവ് ഫംഗ്ഷൻ ആണോ നെഗറ്റീവ് ഫംഗ്ഷൻ ആണോ? പോസിറ്റീവ്. ഓക്കെ. സെലക്ഷനോ? പോസിറ്റീവാ. നമുക്ക് വേണ്ട ആള് സെലക്ട് ചെയ്തിട്ട് ബാക്കി എല്ലാവരും റിജക്ട് ചെയ്യൂലേ? അപ്പൊ അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? രണ്ടും വരും. ഓക്കെ. അപ്പോ നെഗറ്റീവ് ഫംഗ്ഷൻ സെലക്ഷനും റിക്രൂട്ട്മെന്റ് പോസിറ്റീവ് ഫംഗ്ഷൻ ആണ്. അത് എപ്പോഴും ചോദിക്കാറുണ്ട് അങ്ങനെ. Then അപ്പൊ അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ഏതാണ് ഇപ്പൊ ചോദിച്ചത്? റിക്രൂട്ട്മെന്റ് റിക്രൂട്ട്മെന്റ് ഇസ് കൺസിഡേർഡ് ആസ് ഡാഷ് ഫംഗ്ഷൻ എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. പോസിറ്റീവ്, നെഗറ്റീവ്, ബോത്ത് എ ആൻഡ് ബി ആൻഡ് ബി അങ്ങനെ വരും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏത് എടുത്തെഴുതും? പോസിറ്റീവ്. എടാ, റിക്രൂട്ട്മെന്റ് വേറെയാണ്, സെലക്ഷൻ വേറെയാണ്, അതറിയാലോ. റിക്രൂട്ട്മെന്റ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ്? ഒരു സംശയം ഉണ്ട് എൻ്റെ ഉള്ളു. പറഞ്ഞു. അതായത് റിക്രൂട്ട്മെന്റ് ഇപ്പൊ പോസിറ്റീവ് ആണെന്ന് പറഞ്ഞല്ലോ, അപ്പോ സെലക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോത്ത് അല്ലേ വരേണ്ടത്? എന്താ വെച്ചാൽ സെലക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് ആണ്, അത് ഒരാളെ ഇത് ചെയ്യുമ്പോ ഇത് നമ്മൾ റിജക്ട് ചെയ്യുമ്പോ അത് നെഗറ്റീവ് സൈഡ് ആണ്. അപ്പൊ രണ്ടും കൂടി വരണ്ടേ, ബോത്തും വരണ്ടേ? ഓക്കെ, അങ്ങനെ ചിന്തിച്ച് അങ്ങനെയും പറയാം. പക്ഷെ സാധാരണയായിട്ട് നമ്മൾ ഈ രണ്ട് ഫംഗ്ഷനെയും കാണുമ്പോൾ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ, എല്ലാവരുടെ കയ്യിൽ നിന്നും ആപ്ലിക്കേഷൻ എന്ത് ചെയ്യും? സ്വീകരിക്കും. സോ അതൊരു പോസിറ്റീവ് ഫംഗ്ഷൻ ആണ്. സെലക്ഷന്റെ സമയത്ത് നമ്മൾ എങ്ങനെ ആളെ റിജക്ട് ചെയ്യാൻ പറ്റും എന്നാണ് തിങ്ക് ചെയ്യുന്നത്. എങ്ങനെ ആൾക്ക് ജോലി കൊടുക്കാൻ പറ്റും, അങ്ങനെയാണ്. ആ ഒരു നെഗറ്റീവ് ഫംഗ്ഷൻ ആണ്, ആ രീതിയിലാണ്. കാരണം ഇയാളെ എങ്ങനെ ജോലിയിൽ നിന്ന് നമുക്ക് മാറ്റാം, അയാൾക്ക് എന്താണ് ഒരു ഡിസഡ്വാൻറ്റേജസ് ഉള്ളത്, അത് നോക്കിയിട്ടാണ് അവര് നമ്മൾ എന്ത് ചെയ്യുന്നത്? റിജക്ട് ചെയ്യുന്നത്. നമ്മൾ ബെസ്റ്റ് എംപ്ലോയി ഔട്ട് ഓഫ് നമുക്ക് കിട്ടിയിരുന്ന ആപ്ലിക്കേഷനിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എംപ്ലോയിനെ സെലക്ട് ചെയ്യുമ്പോൾ ബാക്കി എല്ലാ ആപ്ലിക്കേഷൻസും നമ്മൾ എന്ത് ചെയ്യാണ്? റിജക്ട് ചെയ്യാണ്. സോ കൂടുതലും അവിടെ നടക്കുന്നത് എന്ത് പ്രോസസ് ആണ്? നെഗറ്റീവ് പ്രോസസ് ആണ്. അതുകൊണ്ടാണ് സെലക്ഷൻ നമ്മൾ നെഗറ്റീവ് പ്രോസസ് എന്ന് പറയാൻ കാരണം. ഓക്കെ ഓക്കെ നമുക്ക് നോക്കാം. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? പറഞ്ഞോ. സെക്കൻഡ് ചാപ്റ്റർ കംപ്ലീറ്റഡ് എന്നും പറഞ്ഞുകൊണ്ടാണ് അതിനകത്ത് കിടക്കുന്നത്. അപ്പൊ കംപ്ലീറ്റഡ് ആവുമ്പോൾ കംപ്ലീറ്റും വരുമോ ക്വസ്റ്റ്യൻസ്? ഇല്ല, ഞാൻ പറഞ്ഞത്രേ വരുള്ളൂ. കാരണം റിക്രൂട്ട്മെന്റ് സെലക്ഷൻ കംപ്ലീറ്റ് ആക്കാനായിട്ട് ഭയങ്കര പാടാണ്. കാരണം എല്ലാവർക്കും അറിയാതെ എത്രയാണോ എടുത്തിരിക്കുന്നത് അത്രയും വരെ വരുള്ളൂ. എക്സാമിന്റെ ടൈമിൽ കംപ്ലീറ്റഡ് അല്ല മാം, ഫസ്റ്റ് തേർഡ് ചാപ്റ്റർ കംപ്ലീറ്റും സെക്കൻഡ് ചാപ്റ്റർ അപ് ടു എന്നാ കൊടുത്തിരിക്കുന്നത്. എന്ത് വരെയാണോ എടുത്തിരിക്കുന്നത് അന്ന് വരെയുള്ള പോർഷൻ. ഇപ്പൊ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു, ഇന്നലെ വരെയും എടുത്ത പോർഷനെ നമുക്ക് എക്സാമിനുള്ളൂ. ഇനി എക്സാമിന് 29th വരെ ഉണ്ട്. അപ്പൊ നിങ്ങൾ മറക്കണ്ട ഇന്റർവ്യൂ. ഞാൻ രണ്ടാമത് പറയാനും കാരണം എന്താണ്? ഇന്റർവ്യൂ വരെ നമുക്ക് എക്സാമിനുള്ളൂ. ഓക്കെ ഓക്കെ. What is the first steps in formal process of recruitment? What is the first step in formal process of recruitment? പറയാം. First option, identifying recruitment source, contracting the source, recruitment planning, creating an application form. റിക്രൂട്ട്മെന്റ് പ്ലാനിങ്. റിക്രൂട്ട്മെന്റ് പ്ലാനിങ്, നമ്മൾ റിക്രൂട്ട്മെന്റിനെ കുറിച്ചിട്ടുള്ള പ്ലാൻ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യും? കണ്ടെത്തും. What are the two main sources from which candidates can be recruited? What are the two main sources from which candidates can be recruited? മെയിൻ ആയിട്ടുള്ള രണ്ട് സോഴ്സുകൾ ഇവിടെ പറയുന്നത് എന്താ പറയാ? ഇന്റേണൽ സോഴ്സ്, എക്സ്റ്റേണൽ സോഴ്സ്, ബോത്ത് എ ആൻഡ് ബി. Option B, none of them. What are the sources of recruitment? Both A and
ബോത്ത് എ ആൻഡ് ബി അങ്ങനെ ചോദിക്കുള്ളൂ. ബോത്ത് എ ആൻഡ് ബി ആയിരിക്കും, പക്ഷേ മോസ്റ്റ്ലി ഇന്റേണൽ ആയിരിക്കും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്പെഷ്യൽ ആയിട്ട് ട്രെയിനിങ് കൊടുക്കേണ്ടി ഒന്നും വരില്ല. അപ്പൊ അവര് എപ്പോഴും ഇന്റേണൽ ആയിട്ടുള്ളതാണ് പ്രിഫർ ചെയ്യുക. അപ്പോ ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ് സോഴ്സ് ഏതാണ്? എക്സ്പെൻസീവ് ആയിട്ടുള്ളത് എക്സ്റ്റേണൽ സോഴ്സ് ആണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് കണ്ടക്ട് ചെയ്യാനുള്ള കോഴ്സും പ്ലസ് അവർക്ക് ട്രെയിനിങ് കൊടുക്കാറുള്ള കോഴ്സും ഒക്കെ അതൊക്കെ ചെയ്യണം. പറഞ്ഞാൽ എക്സ്റ്റേണൽ സോഴ്സ് ആണ് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ളത്. അപ്പൊ എക്സ്പെൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇന്റേണൽ ജോബ് പോസ്റ്റിംഗ് പ്രിഫർ ചെയ്യുന്നത്. Okay, done. Then moving an employee from lower level position to higher level one. Moving an employee from lower level position to higher level one. Option A, transfer. Option B, job posting. Option C, promotion. Option D, employee referral. Promotion. Promotion, okay. The internal method of posting notify about job vacancy in common area is called, okay, question wrong. Okay, a major demerits of employee referral is that it can leads to dash. A major demerits of employee referral ആണ് പറയുന്നത്. A wider choice of candidates, option A, favoritism, increased recruitment cost, slower the hiring process. Wider choice of candidates, no. Favoritism. കാരണം ഞാനിപ്പോ ഒരാളെ റിക്രൂട്ട് ചെയ്യാനായിട്ട് ഞാൻ ഒരാളെ റെഫർ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിനോട് അല്ലെങ്കിൽ ആ ഒരു കുട്ടിയോട് എനിക്ക് താല്പര്യം ഉണ്ടാവണം, എന്നാൽ മാത്രമേ ഞാൻ എന്ത് ചെയ്യുള്ളൂ, റെഫർ ചെയ്യുള്ളൂ. One of the main merits of using internal source for recruitment is dash. One of the main merit of using internal source for recruitment is dash. A source of fresh talent. Merit and economical and time saving. A way to avoid competition. Helpful in expanding the choice of the candidates. B. Economical and save time. Internal source ആണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. Using private employment agencies or state employment exchange is considered as dash. Using private employment agency or state employment exchange is considered as dash method. First one is direct method. Second one is indirect method. Third one is third party method. And fourth is internal method. Option C, ma'am, third party method. ഞാൻ ഒരു ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാം. ആ ക്വസ്റ്റ്യൻ റീഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ പറയാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രമിക്കണം. ഓക്കെ. What is a key merits of recruiting from external source? What is a key merit of recruiting from external source? Option A, it is very fast and inexpensive process. It is very fast and inexpensive process. Option A ആണ്. Option B, it provides a wide choice and bring in fresh talent. It provides a wide choice and bring in fresh talent. It boosts the question full കേക്ക് എന്നിട്ട് പറഞ്ഞാൽ മതി. ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കണം. It boosts the moral of the existing employees. It boosts the moral of the existing employees. It is a less time-consuming process. It is a less time-consuming process. ഇത് ഇന്റേണലിന്റെ ആണോ മാം ചോദിക്കുന്നത്? എക്സ്റ്റേണലിന്റെ ബി ആണ്. ആ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് വേറെ ഡൗട്ടും കാര്യങ്ങളൊന്നും തോന്നിയില്ലല്ലോ? ഇല്ല ഇല്ല. ഓക്കെ. അപ്പോ ക്വസ്റ്റ്യൻ എനിക്ക് ഒരു ടീച്ചർ കൺഫ്യൂഷൻ പറഞ്ഞതാണ്. അപ്പൊ ഞാൻ ചോദിച്ചെന്നുള്ളത്. ഓക്കെ. ഇനി നമുക്ക് മേജർ വേണ്ട. Selection process is described as a negative process. Selection process is described as a negative process
because of dash. Okay. Reject unsuitable individuals from the applicant pool. Create large pool of applicants. Make hiring process longer. Save money. First one. Reject unsuitable individuals from applicant pool. Okay. One of the key objective of selection process is dash. One of the key objectives of selection process is dash. Options read ചെയ്തിട്ട് answer പറഞ്ഞാൽ മതി ട്ടോ. Hire the maximum number of applicants. Ensure the right candidates is placed in the right job. To generate a large pool of applicants for future openings. Test the effectiveness of recruitment advertisement. ഒന്നുകൂടെ First and third one. First and third one. No. ഞാൻ ഒന്നുകൂടി ഫസ്റ്റ് പറയാം. വൺ അല്ലേ മാം? ഹയർ മാക്സിമം നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ആണോ സെലക്ഷന്റെ എയിം? അല്ലല്ലോ. മാക്സിമം നമ്പർ അല്ലല്ലോ, നമുക്ക് വേണ്ട ആപ്ലിക്കൻസിനെ അല്ലേ നമ്മൾ ഹയർ ചെയ്യാം. എന്താണ് അതായത് റൈറ്റ് കാൻഡിഡേറ്റ് എന്ന് മാം പറഞ്ഞില്ലേ, അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, റൈറ്റ് കാൻഡിഡേറ്റ്സ് ഇറ്റ് പ്ലേസ്ഡ് ഇൻ ദ റൈറ്റ് ജോബ്. അത് കറക്റ്റ് ആണ്. ചിലപ്പോൾ ഞാൻ പറഞ്ഞപ്പോ കൺഫ്യൂഷൻ ആയതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് a test designed to evaluate a person's existing knowledge in a specific field is known as dash. A test designed to evaluate a person's existing knowledge in a specific field is known as dash. Aptitude test, personality test, achievement test, interest test. aptitude test. A test evaluate person's existing knowledge. ആണ്, ആപ്റ്റിറ്റ്യൂഡ് ആണോ? ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നതെന്നാണ് ഞാൻ പഠിപ്പിച്ചത്. അച്ചീവ്മെന്റ് ടെസ്റ്റ് ആണ് കേട്ടോ. ഓക്കെ, intelligence test and mechanical aptitude test are example of dash. Intelligence test and mechanical aptitude test are examples of dash. Option A, achievement test, aptitude test, personality test, interest test. Aptitude test. That's correct. Group discussion and in-basket exercise are the form of dash type of test. Group discussion and in-basket exercise are the form of which type of test? Interest test. Okay, situation test. A test is designed to analyze individual value system, emotional stability, and moods is dash. Personality test, aptitude test, achievement test, situational test. Personality test. Option A, personality test. Okay, correct. According to do's and don'ts, ഞാനൊരു ഇത് പറയാണ്, നമ്മൾ ഇന്റർവ്യൂവിന്റെ ഒരു ക്വസ്റ്റ്യൻ വരാണ്. What should a candidate avoid doing while interview? Arriving early for the interview. Speaking with enthusiasm. Avoid anta parayunne. Asking questions about the position. Bad mouthing for former employees. Bad mouthing a former employer. Avoid back mocking the former Bad employer. mouthing. പിന്നെ ലേറ്റ് ആയിട്ട്, അതായത് early ആണ് പറഞ്ഞത്. Arriving early for the interview എന്നാ പറഞ്ഞത്. അതെ. ശ്രദ്ധിക്കണോട്ടോ, ശരിക്കും നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഓപ്ഷൻസ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്ന രീതിയിലായിരിക്കും. സോ നമ്മൾ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച്, ടൈം ഉണ്ടല്ലോ, ഒന്നിട്ട് വായിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. വൈഫൈ കണക്ഷനോ നെറ്റ് കണക്ഷനോ ഉള്ള
ഉള്ളിടത്ത് അല്ലെങ്കിൽ നമുക്ക് നെറ്റിന്റെ പ്രശ്നമൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് ചെന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട്. പിന്നെ ഒരു പ്രാവശ്യം ഒന്നും കൂടി വായിച്ചു നോക്കാനുള്ള ടൈം എന്തായാലും നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്തു ഒന്നും കൂടി ഒന്ന് ഓവറോൾ ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. അതിനുശേഷം മാത്രം സബ്മിറ്റ് കൊടുക്കുക. ഇനി ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ എക്സാമിന്റെ സമയത്ത് ടെൻഷൻ ഒന്നും വേണ്ട, കൂൾ ആയിട്ട്. ഇപ്പൊ നിങ്ങൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യില്ലേ, അപ്പൊ അതില് 5 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 4 ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുള്ളൂ, 4 or 5 ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇതെന്ന് പറയുന്നത് 29th അല്ലേ, നിങ്ങളാണ് പറഞ്ഞത് എന്റെ അടുത്ത് 29th. ഡിസംബർ 29th ആണ്. ടൈം എപ്പോഴായിരുന്നു പറഞ്ഞേ? 11:30 സാധാ ടൈമിൽ തന്നെ, നമ്മുടെ ക്ലാസ് ടൈമിൽ ക്ലാസ് തന്നെ 11:30 to 12:30. അപ്പോ ടൈം ടേബിൾ ഒക്കെ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടാവും അല്ലെ? അപ്പൊ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് റോൾ നമ്പറും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പൊ അത് റോൾ നമ്പറും പേരും മെയിൽ ഐ ഡി ഒക്കെ എൻ്റർ ചെയ്യാം. കറക്റ്റ് ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാം. ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കാൻ എഴുതിയൊന്നും വെക്കുന്നത് മനസ്സിൽ ആലോചിച്ച് വെച്ചാൽ മതി. ഓക്കെ. പിന്നെ ക്യാമറ ഓൺ ആയിരിക്കില്ല. ഇപ്പൊ നമ്മൾ ഗൂഗിൾ ക്ലാസ് റൂമിൽ എങ്ങനെയാണോ നിങ്ങൾ അതേപോലെ ഗൂഗിൾ മീറ്റിൽ എങ്ങനെയാണോ അതേപോലെ തന്നെ നിങ്ങളുടെ ക്യാമറ ഓൺ ചെയ്യാം. മ്യൂട്ട് ചെയ്തിട്ട് വേണം എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട്. നിങ്ങൾ എല്ലാവരും മ്യൂട്ട് ആണല്ലോ, അപ്പൊ എല്ലാവരും മ്യൂട്ട് ചെയ്യുക. കാരണം റീഡ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഒരാളിങ്ങനെ റീഡ് ചെയ്യുമ്പോൾ മറ്റു കുട്ടികൾക്ക് അത് ഡിസ്റ്റർബൻസ് ആയിരിക്കും. അപ്പോൾ മ്യൂട്ട് ചെയ്തിട്ട് നമ്മളുടെ എക്സാം അറ്റൻഡ് ചെയ്യാം. നമ്മള് ക്യാമറ ഓൺ ആയിരിക്കും. അപ്പോ ശ്രദ്ധിക്കുക, എക്സാമിന് കറക്റ്റ് ആയിട്ട് എക്സാമിന്റെ ടൈമിൽ തന്നെ ഫിനിഷ് ചെയ്യാൻ നോക്കാം. ഒരുപാട് ടെൻഷൻ ഒന്നും അടിക്കണം, കൂളായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പോ ബാക്കി റിക്രൂട്ട്മെന്റിന്റെ ചാപ്റ്റർ നന്നായിട്ട് ഒന്ന് റീഡ് ചെയ്ത് നോക്കാം കേട്ടോ. മിസ്സേ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിച്ചോ. ഇൻ ബാസ്കറ്റും മറ്റേ വർക്ക് സാമ്പിൾ ടെസ്റ്റും തമ്മിൽ എന്തോ വ്യത്യാസം? ഇൻ ബാസ്കറ്റ് ടെസ്റ്റ് വർക്ക് സാമ്പിൾ ടെസ്റ്റ്. ഇൻ ബാസ്കറ്റ് ടെസ്റ്റ് എന്ന് പറയുമ്പോ ഞാനിപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പ് ഇന്റർവ്യൂ പോലെ. നിങ്ങളിപ്പോ ഒരുമിച്ചിരിക്കുമ്പോൾ നിങ്ങളിൽ നിന്ന് ഒരാളെ ഞാൻ ഇന്റർവ്യൂ ചെയ്യാണ്. അതാണ് ഇൻ ബാസ്കറ്റ് ടെസ്റ്റിംഗ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാണ് ഒരുമിച്ചുള്ളപ്പോ. വർക്ക് സാമ്പിൾ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ആക്ച്വൽ വർക്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യും. ആക്ച്വൽ ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട വർക്ക് ഞാൻ എന്ത് ചെയ്യും, തരും. ഇപ്പോ എന്താ പറയുക, ടെലികോളേഴ്സിനുള്ള ജോബാന്ന് വിചാരിക്കും. നിങ്ങൾ ഫസ്റ്റ് തന്നെ പ്ലേസ് ചെയ്യുന്നത് ആക്ച്വൽ ടെലിഫോൺസ് അറ്റൻഡ് ചെയ്യാനും കോളിന് റെസ്പോണ്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും നിങ്ങൾ അപ്പോയിന്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ഒരു ക്വസ്റ്റ്യൻ കൂടി ഡിസ്കസ് ചെയ്യാട്ടോ. എ ഫോൾ പോസിറ്റീവ് എറർ in selection decision refers to a situation where a candidate, option A candidate who was hired performed successfully. A candidate who was hired performed successfully. Option B, a candidate who would have succeeded is rejected. A candidate who would have succeeded is rejected. Option C, a candidate who was hired failed to perform and as expected. A candidate who was hired failed to perform as expected. Option D, a candidate who would have failed is correctly rejected. Second one. ഫോൾസ് പോസിറ്റീവ് എറർ ആണ് നമ്മൾ ചെയ്തിരിക്കുന്ന. ഫെയിൽ ടു പെർഫോം ആണ് എന്നുവെച്ചാൽ കാൻഡിഡേറ്റ്സ് ഹു വാസ് ഹയർഡ് ടു ഫെയിൽ ടു പെർഫോം ആസ് എക്സ്പെക്ടഡ്. നമ്മൾ അവരെ ഹയർ ചെയ്തു, പോസിറ്റീവ് ആണ്, പക്ഷെ ആൾക്ക് പെർഫോം ചെയ്യില്ല. ആള് നമ്മൾ പ്രതീക്ഷിച്ച പോലെ പെർഫോം ചെയ്യില്ല, നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ അയാൾ പെർഫോം ചെയ്യുന്നില്ല. അങ്ങനെയാണ് അത് വരുന്നത്. മാക്സിമം അങ്ങനത്തെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അവോയ്ഡ് ചെയ്യാൻ നോക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും, അപ്പോ ക്ലാരിഫൈ ചെയ്യാം കേട്ടോ. നെഗറ്റീവ് മാർക്ക് ഉണ്ടോ മിസ്? ഇല്ല, നെഗറ്റീവ് മാർക്ക് ഒന്നുമില്ല. 50 മാർക്കിന്റെ ആണെന്ന് തോന്നുന്നു എക്സാം. 50 ആണോ 60 ആണ്? 60 ആണ്. 60 മാർക്കിലാണ് എക്സാം വരുന്നത്. മാക്സിമം ക്വസ്റ്റ്യൻസും എനിക്ക് തോന്നുന്നു റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷനിലായിരിക്കും കേട്ടോ. അപ്പോൾ റിക്രൂട്ട്മെന്റ് ഞാൻ എടുത്ത പോർഷൻസിലെ മോക്ക് ടെസ്റ്റ് നന്നായിട്ട് നോക്കാം. കാരണം കമ്പാരിറ്റീവ്ലി 3 യൂണിറ്റിന്റെ എക്സാം വരുന്നത്. അതിൽ ഏറ്റവും വലിയ ചാപ്റ്റർ ഏതാണ്?
റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ ആണ്. ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ചെയ്യുന്നു, റിക്രൂട്ട്മെന്റ് ചാപ്റ്റർ ചെയ്യുന്നു, പ്ലസ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. അങ്ങനെ 3 ചാപ്റ്റേഴ്സിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ റിക്രൂട്ട്മെന്റിന്റെ ചാപ്റ്റർ എവിടെ വരെ ഉണ്ടെന്ന് ഞാൻ വീണ്ടും പറയാണ്. ഇന്റർവ്യൂ വരെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ടൈപ്സ് ഓഫ് ഇന്റർവ്യൂ, മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് വരെയും ഉള്ളൂ ഇന്റർവ്യൂവിന്റെ ചാപ്റ്റർ. അവിടെ വരെ നിങ്ങൾ നോക്കിയാൽ മതി. ക്ലിയർ ആയിട്ട് നല്ല രീതിയിൽ റീഡ് ചെയ്തിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാം. മാം, ഈ എക്സാമിന് ഈ വരുന്ന 29th എക്സാമിന് എവിടം തുടങ്ങി എവിടം വരെയാണ് നോക്കണ്ടേ? ഇൻട്രൊഡക്ഷൻ ടു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഫുള്ള് നമ്മൾ കവർ ചെയ്യണം. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഫുൾ ചാപ്റ്റർ കവർ ചെയ്യണം. റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ചാപ്റ്റർ സ്റ്റാർട്ടിംഗ് ഉണ്ടല്ലോ, അവിടെ മുതൽ ഇവിടെ വരെ നോക്കണം കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേജ് നമ്പർ 43.5 അത്രയും വരെയുണ്ട്, ഇന്റർവ്യൂ വരെ. അപ്പൊ ഇൻട്രൊഡക്ഷൻ തുടങ്ങി 43 പേജ് വരെ അല്ലേ? പിന്നെ ട്രെയിനിങ്ങിന്റെ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതെന്ന് വെച്ചാൽ എന്റെ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ലല്ലോ, അതേപോലത്തെ വലിയ ചാപ്റ്റർ ആണ്. അതുകൊണ്ടാണ് അപ് ടു റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷനിൽ അപ് ടു എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഓക്കെ, എല്ലാവരും നന്നായിട്ട് എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യുക. ചിലപ്പോൾ ഞാൻ എക്സാം ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളെ കാണുന്നത്. അതുകൊണ്ടാണ് റിക്രൂട്ട്മെന്റും കൂടി ഞാൻ ഇന്ന് റിവൈസ് ചെയ്തത്. താങ്ക് യു ഓൾ. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.